ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. റയൽ മാഡ്രിഡിൻ്റെ ബ്രസീലിയൻ സൂപ്പർ താരമായ റോഡ്രിഗോ ഗോസുമായി ബന്ധപ്പെട്ട റൂമറുകൾ കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ വ്യാപകമായി കൊണ്ട് പ്രചരിച്ചിരുന്നു. പല ക്ലബ്ബുകൾക്കും അദ്ദേഹത്തെ സ്വന്തമാക്കാൻ താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ റോഡ്രിഗോ റയലിനകത്ത് തന്നെ തുടരാൻ തീരുമാനിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോഴും ക്ലബിനകത്ത് അദ്ദേഹം ഹാപ്പിയല്ല. അതിൻ്റെ കാരണം സാബി അലോൺസോക്ക് കീഴിൽ അദ്ദേഹം പ്രതീക്ഷിച്ച പോലെയുള്ള അവസരങ്ങൾ ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ റോഡ്രിഗോയുമായി ബന്ധപ്പെട്ട റൂമറുകൾ ഇപ്പോഴും പ്രചരിക്കുന്നുണ്ട്. തുർക്കിഷ് മാധ്യമ പ്രവർത്തകനായ ഇക്രം കോനർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു റൂമർ പങ്കുവച്ചിട്ടുണ്ട്. അതായത് നിലവിൽ സാമ്പത്തികമായി കൊണ്ട് റോഡ്രിഗോയെ സൈൻ ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഏക ക്ലബ്ബ് അത് ഫ്രഞ്ച് വമ്പന്മാരായ PSG ആണ് എന്നാണ് ഇദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കാരണം നിലവിൽ റയൽ മാഡ്രിഡ് താരത്തിന് 100 മില്യൺ യൂറോയിൽ കുറഞ്ഞ ഒരു സംഖ്യയും വിലയായിക്കൊണ്ട് കാണുന്നില്ല. ഏറ്റവും ചുരുങ്ങിയത് 100 മില്യൺ യൂറോ ലഭിക്കണം എന്നാണ് റയലിൻ്റെ നിലപാട്. ബാക്കിയുള്ള ക്ലബ്ബുകൾ ഒന്നും തന്നെ അത്രയധികം തുക താരത്തിന് വേണ്ടി ചിലവഴിക്കാൻ ഒരുക്കമല്ല. PSG മാത്രമാണ് അതിനുള്ള ഒരു കപ്പാസിറ്റിയുള്ള ടീമായിക്കൊണ്ട് നിലകൊള്ളുന്നത് എന്നാണ് ഈ മാധ്യമ പ്രവർത്തകൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ പല ക്ലബ്ബുകൾക്കും ഇപ്പോഴും അദ്ദേഹത്തിൽ താല്പര്യമുണ്ട്. ആഴ്സണൽ, ചെൽസി, ലിവർപൂൾ, മാഞ്ചസ്റ്റർ സിറ്റി തുടങ്ങിയ പ്രീമിയർ ലീഗ് ക്ലബ്ബുകൾ റോഡ്രിഗോയെ നോട്ടമിട്ടിട്ടുണ്ട് എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ റോഡ്രിഗോ ക്ലബ്ബ് വിടാൻ സാധ്യതയില്ല. വരുന്ന സമ്മറിൽ എന്താകും എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. മറുഭാഗത്ത് വിനീഷ്യസ് ജൂനിയർ അവിടെയുണ്ട്. വിനി ക്ലബ്ബ് വിടുകയാണെങ്കിൽ റയൽ മാഡ്രിഡ് റോഡ്രിഗോയെ വിൽക്കാൻ സാധ്യതയില്ല. ഇനി അതല്ല, വിനീഷ്യസ് ജൂനിയർ ക്ലബിനകത്ത് തുടരുകയാണെങ്കിൽ ഒരുപക്ഷെ റോഡ്രിഗോ ക്ലബ്ബ് വിടാനുള്ള സാധ്യതകളും അവിടെയുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.